പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവ് മരിച്ച കേസിൽ സിപാസിനെതിരെ കുടുംബം അന്വേഷണ റിപ്പോർട്ട് നൽകാൻ സിപാസ് ഡയറക്ടർ തയ്യാറാകുന്നില്ല. അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ കുടുംബത്തെ അറിയിക്കാത്തതിൽ ദുരൂഹതയുണ്ട്. സിപാസിന്റെ സമീപനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും സജീവ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അന്വേഷണം നടക്കുകയാണെന്നാണ് പോലീസുകാർ പറയുന്നത്. DSP സാറൊക്കെ പറയുന്നത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് ശരിയാവും എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നോക്കട്ടെ. നമ്മൾ കൊടുത്തിട്ട് തന്നെ 10-12 ദിവസമായില്ലേ പരാതി. അന്നേരം അതും കൂടെ കഴിഞ്ഞിട്ട് ഒരു 27-ാം തീയതി വീണ്ടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ വേറെ വഴി നോക്കും. അല്ല, അന്വേഷണം കഴിഞ്ഞ് റിപ്പോർട്ട് കൊടുത്തെന്നാണ് നമ്മൾ അറിയുന്നത്. ആ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചേക്കാണ്, തരുന്നില്ല. ആ റിപ്പോർട്ട് പുറത്തു വിടുന്നില്ല. നമുക്ക് അതിൻ്റെ ഒരു കോപ്പി നമ്മുടെ അവകാശമല്ലേ. ഇതെന്താ സംഭവിച്ചതെന്ന് നമുക്കറിയണ്ടേ. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ചേരുന്നു. ശ്രീരാജ്, അമ്മുവിന്റെ മാതാപിതാക്കൾ എന്താണിപ്പോൾ പറയുന്നത്? അവരുയർത്തുന്ന ആരോപണം എന്താണ്? ലക്ഷ്മി, നിലവിൽ അമ്മു സജീവിന്റെ അച്ഛൻ ഉയർത്തുന്ന ഒരു ആരോപണം സിപാസിനെതിരെയാണ്. ഈ അമ്മു സജീവിന്റെ മരണത്തിനു പിന്നാലെ സിപാസ് ഒരു ആഭ്യന്തര അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണം 10 ദിവസത്തിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൈമാറണമെന്നായിരുന്നു സിപാസിന്റെ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ 10 ദിവസത്തിനുള്ളിൽ അമ്മു സജീവ് മരണപ്പെട്ട് അന്വേഷണം നടത്തി 10 ദിവസത്തിനുള്ളിൽ തന്നെ ആ റിപ്പോർട്ട് കൈമാറിയിരുന്നു. അന്നു മുതൽ തന്നെ അമ്മുവിന്റെ കുടുംബം ഈ സിപാസിനോട് ഈ റിപ്പോർട്ടിന്റെ കോപ്പി ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഈ അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്തൽ, അമ്മു സജീവിന് മരണത്തിന് മുൻപ് അവിടെ എന്തായിരുന്നു സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടി ഈ കുടുംബം ആ റിപ്പോർട്ടിന്റെ കോപ്പി ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് എന്ന് അറിയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നുവരെയും ആ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ അന്വേഷണത്തിൽ എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ എന്ന കാര്യം കുടുംബത്തെ അറിയിക്കാൻ സിപാസ് തയ്യാറായിട്ടില്ല. നിരന്തരമായി മെയിലുകൾ അയച്ചും മറ്റുള്ള രീതിയിലും സിപാസുമായി കുടുംബം ബന്ധപ്പെടുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ആ സിപാസ് കൃത്യമായ ഒരു മറുപടി നൽകാനോ അന്വേഷണത്തിൽ എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ, ആരുടെയെല്ലാം ഭാഗത്തു നിന്നുള്ള വീഴ്ചയുണ്ടായി, അപകടത്തിന്റെ അല്ലെങ്കിൽ ആ ആത്മഹത്യയുടെ പിന്നിലെ സംഭവങ്ങൾ എന്തെല്ലാം സംഭവങ്ങളാണ് അതിന് പിന്നിൽ നടന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ കുടുംബത്തെ അറിയിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. കുടുംബം ആരോപിക്കുന്നത് ഇത്തരത്തിൽ ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നതിൽ ഒരു ദുരൂഹതയുണ്ട്. അമ്മു സജീവിന്റെ മരണത്തിന് പിന്നിലുള്ള ആളുകളെ അല്ലെങ്കിൽ അമ്മു സജീവിന്റെ മരണത്തിന് പിന്നിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആ കോളേജ് മാനേജ്മെന്റിന് കളങ്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിപാസ് അത്തരത്തിലൊരു റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഈ സിപാസിന് മെയിലുകൾ അയച്ചും ഡയറക്ടർക്ക് മെയിലുകൾ അയച്ചും മറ്റുള്ള രീതിയിലും കുടുംബം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെയും അത് കൈമാറാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ കുടുംബം വിവരാവകാശ നിയമപ്രകാരം നീങ്ങാനുള്ള തീരുമാനമാണ് കുടുംബം നിലവിലെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുമെന്നായിരുന്നു കുടുംബം പറഞ്ഞത്. കുടുംബത്തിന്റെ പ്രധാന ആരോപണം ഈ സിപാസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൈമാറിയെങ്കിലും ആ റിപ്പോർട്ട് കുടുംബത്തെ അറിയിക്കാതിരിക്കുന്നത്, ആ റിപ്പോർട്ട് പുറത്തുവിടാതെ പൂഴ്ത്തി വെച്ചിരിക്കുന്നത് ഈ മാനേജ്മെന്റിനെയും അതുപോലെ തന്നെ ഇതിന് പിന്നിൽ ഏതെങ്കിലും അധ്യാപകരുണ്ടെങ്കിൽ ആ അധ്യാപകരെയും ഒക്കെ തന്നെ സംരക്ഷിക്കാനാണ്. ഇത്തരത്തിൽ ആ മാനേജ്മെന്റിന് കളങ്കമുണ്ടാകാത്ത രീതിയിൽ ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയാണെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. നമുക്കറിയാം, ആ അമ്മു സജീവിന്റെ മരണത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള അവകാശം സ്വാഭാവികമായും അമ്മു സജീവിന്റെ കുടുംബത്തിനുണ്ട്. ആ ആഭ്യന്തര കമ്മീഷൻ അന്വേഷിച്ച സിപാസിന്റെ ആഭ്യന്തര കമ്മീഷൻ അന്വേഷിച്ച ആ റിപ്പോർട്ടിൽ എന്തായിരുന്നു സംഭവിച്ചത് എന്ന കണ്ടെത്തലുകൾ ഉണ്ടാകാം. സ്വാഭാവികമായും ആ കണ്ടെത്തലുകൾ അറിയാനുള്ള അവകാശം അമ്മു സജീവിന്റെ കുടുംബത്തിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബം ആ അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്തലുകളെന്നും ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ആ റിപ്പോർട്ട് അന്വേഷണ കമ്മീഷൻ ആ സിപാസിന് കൈമാറിയിരിക്കുന്ന ആ റിപ്പോർട്ടിൽ എന്തെല്ലാം കണ്ടെത്തലുകളാണ് ഉള്ളതെന്നും കുടുംബം അറിയണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതുവരെയും കുടുംബത്തിന് ആ റിപ്പോർട്ട് കൈമാറാനോ എന്തെല്ലാമാണ് കണ്ടെത്തലുകളെന്ന് അറിയിക്കാനോ സിപാസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇതിനു പിന്നിൽ വലിയ ദുരൂഹതയുണ്ട്. ഇതിനു പിന്നിലുള്ള ദുരൂഹത പുറത്തു കൊണ്ടുവരണം എന്നാണ് നിലവിൽ കുടുംബം ആവശ്യപ്പെടുന്നത്. ലക്ഷ്മി.